അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുമ്പുള്ള കാര്യങ്ങളാണ് നബി ചരിത്രം എന്ന പുസ്തകത്തിൽ നാം ഇതുവരെ ചർച്ച ചെയ്തത്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് തിരുനബി അവർകളുടെ ജനനം എന്ന അധ്യായമാണ്. നബിയുടെ ചരിത്രം പഠിക്കൽ മുസ്ലിം ആവാൻ നിർബന്ധമാണ് എന്ന് നമുക്കറിയാം. തിരുനബിയെ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൽ ചെന്ന് ചേരുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര എന്ന് നമുക്കറിയാം. ഖുറൈശ് എന്നാണ് തിരുമേനിയുടെ ഗോത്രത്തിൻ്റെ പേര്. ഹാഷിം കുടുംബം. അറേബ്യയിലെ ഇതര ഗോത്രങ്ങളെ മറ്റ് കുടുംബങ്ങളെ അപേക്ഷിച്ച് സവിശേഷമായ സ്ഥാനവും പദവിയുമുള്ളവരായിരുന്നു ഖുറൈശ് ഗോത്രവും ഹാഷിം കുടുംബവും. അള്ളാഹുവിൻ്റെ ഭവനമായ വിശുദ്ധ കഅബയുടെ പരിപാലകരെന്ന നിലയിലും ജനസേവന പ്രവർത്തനങ്ങളാലും അറേബ്യയിൽ അവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ, പദവികൾ ഉണ്ടായിരുന്നു. കൊള്ളകളിൽ നിന്നും കൊലകളിൽ നിന്നുമെല്ലാം സുരക്ഷിതരായിരുന്നു അവർ. ആ ഖുറൈശികളിലെ പ്രമുഖ നേതാവായ അബ്ദുൽ മുത്തലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹൻ എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ 10 മക്കളിൽ 5-ാമനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുല്ല. അബ്ദുൽ മുത്തലിബിൻ്റെ മറ്റ് പ്രസിദ്ധരായ മക്കളാണ് അബൂ ത്വാലിബ്, ഹംസ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബൂ ലഹബ് എന്നിവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെ സഹോദരന്മാർ. ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിലും വളരെ കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചവരായിരുന്നു അബൂ ത്വാലിബ്. എന്നാൽ ഹംസ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നിവർ ഇസ്ലാം സ്വീകരിക്കുകയും ചരിത്രത്തിൽ തന്നെ ഉന്നത പദവികൾ ആർജിക്കുകയും ചെയ്തവരാണ്. മറ്റൊരാൾ അബൂ ലഹബ്, ഇസ്ലാമിൻ്റെ കൊടിയ ശത്രു. അബൂ ലഹബിൻ്റെ ശത്രുത, അതിന് നിരവധി ഉദാഹരണങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ബനു സുഹറ ഗോത്രത്തിൻ്റെ തലവനായിരുന്ന വഹബ് ബിനു അബ്ദു മനാഫിൻ്റെ പുത്രി ആമിനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ. ആ അബ്ദുല്ലക്കും ആമിനക്കും ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം ലോകത്തെങ്ങും വ്യാപിച്ചു കിടക്കുന്ന തിന്മയെ തുടച്ചു നീക്കാൻ, അന്ത്യനാൾ വരെ ജനിക്കുന്ന എല്ലാ മനുഷ്യർക്കും സന്മാർഗത്തിൻ്റെ വെളിച്ചം പകരാൻ മഹാ അനുഗ്രഹമായിക്കൊണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് 8 മാസം മുമ്പ് തന്നെ പിതാവ് മരണമടഞ്ഞിരുന്നു. സിറിയയിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് മടങ്ങുമ്പോൾ മദീനയിൽ വെച്ച് രോഗം ബാധിച്ച് മരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് നബിയെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. നബി ജനിച്ചയുടനെ തന്നെ അദ്ദേഹം കുഞ്ഞിനെയും എടുത്ത് കഅബയിൽ പോയി അവിടെ വെച്ച് മുഹമ്മദ് എന്ന് ആ കുഞ്ഞിന് നാമകരണം നടത്തി. അറേബ്യയിൽ പ്രചാരത്തിലില്ലാത്ത പേരായിരുന്നു അത്. ആ പേരിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടപ്പോൾ ഭൂമിയിലുള്ളവരാലും ആകാശത്തുള്ളവരാലും അവൻ വാഴ്ത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു അബ്ദുൽ മുത്തലിബിൻ്റെ മറുപടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത് ആനക്കലഹ വർഷം റബീഉൽ അവ്വൽ 9-നാണെന്നും 12-നാണെന്നും അഭിപ്രായങ്ങളുണ്ട്. ക്രിസ്തുവർഷം 570-ലോ 571-ലോ ആയിരുന്നു അത്. എന്നാൽ AD 571 റബീഉൽ അവ്വൽ 12 ആണ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്.
തിരുമേനിയെ ആദ്യം മാതാവ് ആമിന ബീവി മുലയൂട്ടി. പിന്നീട് അബൂലഹബിൻ്റെ ദാസി സുവൈബയും മുല കൊടുക്കുകയുണ്ടായി. അക്കാലത്ത് പട്ടണങ്ങളിൽ താമസിക്കുന്ന ആളുകൾ തങ്ങളുടെ കുട്ടികളെ മുലയൂട്ടി പോറ്റി വളർത്താൻ ഗ്രാമങ്ങളിലേക്ക് അയക്കുക പതിവായിരുന്നു. അത് അവിടുത്തെ തുറന്ന അന്തരീക്ഷത്തിൽ ആരോഗ്യത്തോടെ വളരുകയായിരുന്നു അതിൻ്റെ ഉദ്ദേശം. മാത്രമല്ല അവിടെ നിന്നും ശുദ്ധ അറബി ഭാഷ സംസാരിച്ച് പഠിക്കാനും സാധിക്കും. അറബിയിൽ നഗരങ്ങളെ അപേക്ഷിച്ച് ഗ്രാമങ്ങളിലെ ഭാഷയായിരുന്നു നല്ല സാഹിത്യ ഭാഷയായി അംഗീകരിക്കപ്പെട്ടിരുന്നത്. ഈ ഒരു സമ്പ്രദായം അനുസരിച്ച് ഗ്രാമത്തിലെ സ്ത്രീകൾ നഗരത്തിൽ വന്ന് കുട്ടികളെ ഏറ്റെടുത്ത് പോറ്റി വളർത്താൻ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അങ്ങനെ നബി തിരുമേനി ജനിച്ച് കുറച്ച് ദിവസങ്ങൾക്കകം ഗ്രാമത്തിൽ നിന്നും സ്ത്രീകൾ ശിശുക്കളെയും തേടി മക്കയിലെത്തി. അവരിൽ ബനു സഅദ് ഗോത്രക്കാരി ഹലീമയും ഉണ്ടായിരുന്നു. അനാഥനായതിനാൽ നബിയെ ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല. കാരണം പ്രതിഫലം കുറയുമെന്നായിരുന്നു അവരുടെയൊക്കെ പേടി. ആ സമയത്താണ് മറ്റു ശിശുക്കളെയൊന്നും കിട്ടാതെ വന്ന സാഹചര്യത്തിൽ ഹലീമ ബീവി നബിയെ ഏറ്റെടുക്കുന്നത്. അങ്ങനെ നബിയെ ഏറ്റെടുക്കുക വഴി ഹലീമക്കും കുടുംബത്തിനും അള്ളാഹുവിൽ നിന്ന് ലഭിച്ച മഹാ അനുഗ്രഹമായിരുന്നു അത്. അത് കാരണം അവർക്ക് വലിയ നേട്ടങ്ങളുണ്ടായി. അങ്ങനെ നബിയെ 2 വർഷക്കാലം ഹലീമ മുലയൂട്ടി തൻ്റെ നാട്ടിൽ തന്നെ വളർത്തി. 2 വയസ്സ് പൂർത്തിയായപ്പോൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ കുഞ്ഞുങ്ങളെ ഉമ്മക്ക് തന്നെ തിരിച്ചുകൊണ്ട് ഏൽപ്പിക്കുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ ഹലീമ കുഞ്ഞിനെയും കൊണ്ട് ആമീനയുടെ അടുക്കലേക്ക് മടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത് മുതൽ വീട്ടിലുണ്ടായ അനുഗ്രഹങ്ങൾ കാരണത്താൽ ആ കുഞ്ഞ് തൻ്റെ കൂടെ തന്നെ കഴിയണമെന്ന് നിൽക്കണമെന്ന് ആ ഹലീമ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ആ കുഞ്ഞുമായി ഉമ്മ ആമിനയുടെ അടുത്ത് ചെന്നു. കുഞ്ഞിനെ കണ്ടപ്പോൾ ഉമ്മക്ക് വല്ലാതെ സമാധാനമായി. എന്നാൽ ആ കാലത്ത് മക്കയിൽ ഒരു രോഗം പടർന്നു പിടിച്ച കാലമായിരുന്നു. അത് കാരണം ഉമ്മ ആമിന ആ കുഞ്ഞിനെ ഹലീമയുടെ കൂടെ തന്നെ തിരിച്ചയച്ചു. അങ്ങനെ അയക്കാൻ ഉമ്മ അനുവദിച്ചു. അങ്ങനെ ഹലീമ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. അവർ കുഞ്ഞുമായി ഗ്രാമത്തിലേക്ക് മടങ്ങി. അങ്ങനെ തിരുമേനിയുടെ 6 വയസ്സ് വരെ ഹലീമയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ നാട്ടിൽ താമസിച്ചു. അങ്ങനെ ബനു സഅദ് ഗോത്രത്തിൽ ഹലീമയോടൊപ്പം താമസിച്ചു വരവേ ബാലനായ നബിയുടെ ജീവിതത്തിൽ അസാധാരണമായ ഒരു സംഭവം ഉണ്ടായി. നബിയുടെ ഹൃദയം പിളർത്തി. അന്ന് നബിക്ക് 3 വയസ്സായിരുന്നു. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ആ സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം നബിയുടെ അടുക്കൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിക്കുകയും മലർത്തി കിടത്തുകയും ചെയ്ത ശേഷം അവിടുത്തെ ഹൃദയം പിളർത്തി എന്തോ ഒന്ന് പുറത്തെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് നിന്നിലുള്ള തിന്മയുടെ അംശമാണ്. ശേഷം അവിടം സംസം കൊണ്ട് കഴുകി ഹൃദയം തൽസ്ഥാനത്ത് വെക്കുകയും ചെയ്തു. ഇത് കണ്ട കുട്ടികൾ വല്ലാതെ അത്ഭുതപ്പെട്ടു, പേടിച്ചുപോയി. അവർ ഹലീമയുടെ അടുത്ത് ഓടിച്ചെന്ന് പറഞ്ഞു, മുഹമ്മദ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന്. ഇങ്ങനെ നിരവധി അമാനുഷിക അസാധാരണമായ സംഭവങ്ങൾ നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇസ്രാ മിഅ്റാജ് സന്ദർഭത്തിലും ഇപ്രകാരം ഹൃദയം പിളർത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി
ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ പ്രവാചകത്വത്തിന് വേണ്ടിയുള്ള ഒരുക്കലായിരുന്നു ഈ ഹൃദയം പിളർത്തൽ. വഹീനെ, ദിവ്യബോധനത്തെ സ്വീകരിക്കാനുള്ള മുന്നൊരുക്കമാണത്. അതിന് ചെറുപ്പകാലം മുതലേ നബിയെ പാപങ്ങളിൽ നിന്നെല്ലാം സുരക്ഷിതമാക്കി ശുദ്ധീകരിക്കുകയായിരുന്നു ഇതിലൂടെ ചെയ്തിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ബനൂ സഅദ് ഗോത്രത്തിലെ നബിയുടെ ബാല്യകാല ജീവിതം നബിക്ക് മികച്ച ഭാഷാജ്ഞാനം നേടാൻ കാരണമായി. താൻ നല്ല ശുദ്ധ അറബി സംസാരിക്കാൻ കാരണമായതിൽ സഅദ് ഗോത്രത്തിലെ ജീവിതത്തിന് വലിയ പങ്കുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് പറയാറുണ്ടായിരുന്നു. അങ്ങനെ നബിക്ക് 6 വയസ്സായപ്പോൾ ഹലീമ നബിയെ മക്കയിൽ കൊണ്ടുവന്ന് മാതാവ് ആമിനയെ ഏൽപ്പിച്ചു. ആ സമയത്ത് ആമിന ബീബി മകനെയും കൂട്ടി യസ്രിബിലേക്ക് പുറപ്പെട്ടു, മദീനയിലേക്ക് പുറപ്പെട്ടു. കുടുംബക്കാരെയും ഭർത്താവ് അബ്ദുല്ലയുടെ ഖബറിടവും സന്ദർശിക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം. സന്ദർശനം കഴിഞ്ഞ് മടങ്ങവേ അബവാ എന്ന സ്ഥലത്ത് വെച്ച് നബിയുടെ ഉമ്മ മരണപ്പെട്ടു. ഇതോടെ നബി പൂർണ്ണമായും അനാഥനായി. മാതാവിൻ്റെ മരണശേഷം തിരുമേനിയുടെ സംരക്ഷണം അബ്ദുൽ മുത്തലിബ് ഏറ്റെടുത്തു. അനാഥനായ നബിയെ അദ്ദേഹം പൊന്നുപോലെ വളർത്തി, കൂടെ കൊണ്ടു നടന്ന് നോക്കിയിരുന്നു അദ്ദേഹം. കഅബയുടെ തണലിൽ തനിക്കായി പ്രത്യേകം വിരിച്ച വിരിപ്പിൽ ഒപ്പമിരുത്തിയാണ് അബ്ദുൽ മുത്തലിബ് നബിയെ ലാളിച്ചിരുന്നത്. എന്നാൽ ഏറെ കഴിഞ്ഞില്ല, നബിക്ക് 8 വയസ്സായപ്പോഴേക്കും അദ്ദേഹവും മരണമടഞ്ഞു. തൻ്റെ മരണസമയത്ത് തിരുമേനിയുടെ സംരക്ഷിക്കാൻ പുത്രൻ അബൂ ത്വാലിബിനെ അദ്ദേഹം ഏൽപ്പിച്ചു. വളരെ നല്ല രീതിയിൽ അദ്ദേഹം ആ കടമ ഏറ്റെടുത്തു. സ്വന്തം കുട്ടികളെക്കാളേറെ തിരുമേനിയോടായിരുന്നു അദ്ദേഹത്തിന് വാത്സല്യം. എപ്പോഴും കൂടെ കൊണ്ടു നടക്കുമായിരുന്നു. 40-ലേറെ വർഷങ്ങൾ നബിക്ക് താങ്ങും തണലുമായി നിന്നത് സ്നേഹസമ്പന്നനായ പിതൃവ്യൻ അബൂ ത്വാലിബ് ആണ്. പ്രവാചകത്വ ലബ്ധിയെ തുടർന്ന് നേരിട്ട കഠിന പരീക്ഷണങ്ങളിൽ അബൂ ത്വാലിബിൻ്റെ സാന്ത്വനം നബിക്ക് വലിയ സഹായകമായി. ഒരിക്കൽ വരൾച്ച നേരിട്ട കാലത്ത് ജനങ്ങളുടെ ആവശ്യപ്രകാരം അബൂ ത്വാലിബ് കൊച്ചുകുട്ടിയായ നബിയെയും കൂട്ടി കഅബയിൽ ചെന്ന് പ്രാർത്ഥിച്ചു. അബൂ ത്വാലിബിനോടൊപ്പം കഅബയിലേക്ക് പോകുമ്പോൾ നബിക്ക് മേഘം തണൽ വിരിച്ചതായും പ്രാർത്ഥനയ്ക്ക് ശേഷം കനത്ത മഴ ലഭിച്ചതായും ചരിത്രരേഖകളിൽ പറയുന്നു. ഇതും ഒരു അത്ഭുത സംഭവമായിരുന്നു. അള്ളാഹു നൽകിയ ഒരു മോചിതത്തായിരുന്നു, ഒരു അമാനുഷിക സംഭവമായിരുന്നു. ഇവിടെയും അള്ളാഹു ഇടപെട്ടു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. നബിയുടെ 12-ാം വയസ്സിൽ അബൂ ത്വാലിബ് വ്യാപാരാർത്ഥം സിറിയയിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു. വർഷത്തിലൊരിക്കൽ അങ്ങനെ ഒരു വലിയ കച്ചവട യാത്ര നടത്തൽ മക്കക്കാർക്കൊരു പതിവുണ്ടായിരുന്നു. യാത്രയിലെ പ്രയാസവും മരുഭൂമിയിലൂടെയുള്ള സഞ്ചാരവും പരിഗണിച്ച് നബിയെ കൂടെ കൂട്ടാൻ കൊണ്ടുപോവാൻ ആദ്യം അദ്ദേഹം തയ്യാറായില്ല. എന്നാൽ നബി തന്നെയും കൂടെ കൊണ്ടുപോകാൻ അപേക്ഷിച്ചു. നബിയുടെ നിർബന്ധപ്രകാരം ഇരുവരും കച്ചവട സംഘത്തോടൊപ്പം സിറിയയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ആ കച്ചവട സംഘം ബുസ്റ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ബഹീറ ജോർജസ് എന്നു പേരുള്ള ഒരു ക്രിസ്തീയ പുരോഹിതൻ അവരെ സ്വീകരിക്കുകയും ആതിഥ്യമരുളുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കൂടെയുള്ള ഈ കുട്ടി ലോക നേതാവാണ്. സർവ്വലോകത്തിനും കാരുണ്യമായി അള്ളാഹു ഇദ്ദേഹത്തെയാണ് നിയോഗിക്കാൻ പോകുന്നത് എന്ന്. ഇത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന അബൂ ത്വാലിബിൻ്റെ ചോദ്യത്തിന് മറുപടിയായി പുരോഹിതൻ പറയുകയുണ്ടായി, ക്രിസ്തീയ വേദഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുള്ള
വാഗ്ദത്ത പ്രവാചകന്റെ ലക്ഷണങ്ങൾ ഈ കുട്ടിയിൽ കാണുന്നുണ്ട് എന്ന്. നിങ്ങൾ പുറപ്പെട്ടത് മുതൽ വൃക്ഷങ്ങളും കല്ലുകളും സുജൂദിൽ വീഴുന്നു. ഒരു പ്രവാചകന് വേണ്ടിയല്ലാതെ ഇങ്ങനെ സംഭവിക്കുകയില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതിനാൽ നിങ്ങൾ ഈ കുട്ടിയെയും കൂട്ടി വേഗം നാട്ടിലേക്ക് മടങ്ങണം. ജൂതന്മാരിൽ നിന്നും ഈ കുട്ടിയെ പ്രത്യേകം സംരക്ഷിക്കണം. മഹത്തായ ഭാവിയുണ്ട് ഈ കുട്ടിക്ക്. അത് കേട്ട അബൂ താലിബ് നബിയെ സിറിയയിലേക്ക് കൊണ്ടുപോവാതെ ഭൃത്യന്മാരോടൊപ്പം മക്കയിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു. അതുപോലെ തന്നെ ആ കച്ചവട യാത്രയിൽ അബൂ ത്വാലിബിന് മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം ലാഭം കിട്ടിയിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഹമ്മദ് എന്ന് പേരിട്ടത് ആരാണ്? ഓർമ്മയുണ്ടോ? പിതാമഹൻ അബ്ദുൽ മുത്തലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഹമ്മദ് എന്ന നാമകരണം നടന്നത് എവിടെ വെച്ചായിരുന്നു? നമുക്കറിയാം, കഅബയിൽ. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി മുലയൂട്ടിയത് ആരായിരുന്നു? ആദ്യമായി മുലയൂട്ടിയത് സുവൈബ. എത്ര വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹലീമ ബീവിയോടൊപ്പം കഴിഞ്ഞത്? 6 വർഷം. നബിക്ക് പിതാമഹൻ അബ്ദുൽ മുത്തലിബിനെ നഷ്ടമായത് എത്രാമത്തെ വയസ്സിലായിരുന്നു? 8ാമത്തെ വയസ്സിൽ. അബൂ താലിബിന്റെ കൂടെയുള്ള സിറിയൻ യാത്രയിൽ കണ്ടുമുട്ടിയ ക്രിസ്തീയ പുരോഹിതൻ ആരായിരുന്നു? ബഹീറ. ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായി ഉദയം ചെയ്ത മഹാവ്യക്തിത്വം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.